കെ അനിൽകുമാർ, ഇവിടെ ഈ കൊടുംവർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയോട് കാണിക്കുന്ന ഒരു മൃദുസമീപനം, ചേർത്തുപിടിക്കൽ അയ്യപ്പസംഘം ഇടതുപണിയല്ല എന്നതടക്കം നമ്മൾ ഇതേ എൻകൗണ്ടറിൽ തന്നെ നമ്മൾ തമ്മിൽ എത്ര തവണ ചർച്ച ചെയ്ത് തർക്കിച്ചു. ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞ ഓരോ സിംഗിൾ തെറ്റ് സമ്മതങ്ങളും ഉപയോഗിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ഭാഷയിൽ കഥാപ്രസംഗം അങ്ങടക്കം പറയുന്ന ഇൻട്രോയിലൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പലരും പറഞ്ഞു. ഒന്നും ആരും അപ്പക്കെട്ടില്ല, പോട്ടെ. അതൊക്കെ തെറ്റും തിരിച്ചറിയാൻ വൻ പരാജയം വേണ്ടി വന്നു. പക്ഷേ നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്. താഴെത്തട്ട് മുതൽ ഏതൊക്കെ രീതിയിലുള്ള സമഗ്ര തിരുത്തലിനാണ് CPM-ന്റെ പ്ലാൻ? ശ്രീ കെ അനിൽകുമാർ. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് 81.22 ലക്ഷം വോട്ട് ലഭിച്ചിട്ടുണ്ട്. UDF-ന് 1 കോടിയിലേറെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. BJP-യെ സംബന്ധിച്ച് മുമ്പ് അവർക്കുണ്ടായിരുന്ന അത്ര വോട്ട് ഇപ്പോൾ പെട്ടി കാണുന്നില്ല. 38 ലക്ഷം വോട്ട് വരെ പിടിച്ചവർ ഇത്തവണ 30 ലക്ഷം വോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2020 കൂടിയിട്ടു. അപ്പം ഞങ്ങൾ ഒന്നാമതായി വിലയിരുത്തിയത് കേരളത്തിലെ വലതുപക്ഷം വളരെ ബോധപൂർവം പരസ്പരം നടത്തിയ കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞത്. ഇത്രയേറെ സീറ്റുകളിൽ ഞങ്ങൾ പരാജയപ്പെടുമായിരുന്നില്ല. ഇതാണ് ഞങ്ങൾ കണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഞങ്ങൾ പറഞ്ഞതും പാർട്ടിയിൽ ഞങ്ങൾ സ്വയമായി വിലയിരുത്തി കണ്ടെത്തിയിട്ടുള്ള ഇന്നിവിടെ വെളിപ്പെടുത്താത്ത ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ തിരുത്തേണ്ടതായ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഉള്ളിൽ പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴും 10 കൊല്ലം ഈ സർക്കാർ കേരളത്തിലുണ്ടാക്കിയ നന്മകളാകെ മൂടിവെച്ച് തെറ്റുകളുടെ കൂമ്പാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇങ്ങനൊരു ആഖ്യാനം ആരും ഉണ്ടാക്കേണ്ടതില്ല. 2, ഈ കാലഘട്ടത്തിൽ ഇന്ത്യ കണ്ട ഗവൺമെൻറ്റുകളിൽ ഏറ്റവും മികവാർന്ന ഗവൺമെൻറ്റുകളെയാണ് 2 ഗവൺമെൻറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് നേതൃത്വം കൊടുത്ത് നയിച്ചത് എന്നതിലും ഞങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. 2 പ്രളയവും കോവിഡും അടക്കം വന്നതിന് ശേഷവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDP ഗ്രോത്തുള്ള കേരളത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ഗവൺമെൻറ് പ്രവർത്തന ഫലമായി കേരളം എല്ലാ മേഖലകളിലും ഇന്നും 1-ാം സ്ഥാനത്ത് നേടി നിൽക്കുന്ന മികവാർന്ന നേട്ടങ്ങളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഇടതുപക്ഷമല്ലാതായി എന്നൊരു പ്രചരണം വലതുപക്ഷം നടത്തുകയുണ്ടായി. അത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് ചെയ്യേണ്ട കുറേയേറെ ആളുകൾ മാറി വോട്ട് ചെയ്യാൻ ഇവർ ഇടതുപക്ഷമല്ലാതായോ? ആ പ്രചരണമൊന്നും നേരെ വന്നതായിരുന്നില്ല. ഇപ്പം തന്നെ ഇന്ത്യ മുന്നണി യോഗത്തിൽ നിങ്ങൾ തോക്കാൻ കാരണം എന്താണ്? നിങ്ങൾ വിഴിഞ്ഞ അദാനിയെ കൊണ്ടുവന്നില്ലേ? ഇതാണ് ചോദിക്കുന്നത്. ആര് ചോദിക്കുന്നു? രാഹുൽ ഗാന്ധി. അപ്പം ആലോചിച്ച് നോക്കൂ, ദിവസേന നുണ പറഞ്ഞുകൊണ്ടിരുന്ന മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്, രാഹുൽ ഗാന്ധി അവരെ നുണ പറഞ്ഞു പറ്റിച്ചു. അദാനിയെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്നത്, അദാനിയെ കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന് രാഹുൽ ഗാന്ധിയെ പോലും നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതല്ലേ ഇപ്പോൾ പുറത്തു വന്ന യാഥാർത്ഥ്യം. എന്നിട്ട് എന്ത് സംഭവിച്ചു? 5 ഗ്യാരണ്ടികൾ, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികൾ ആളുകൾ വ്യാമോഹം ഉണ്ടാക്കി. എന്താ വ്യാമോഹം? സ്ത്രീകൾക്കെല്ലാം തീർത്ഥയാത്ര പോകാൻ ബസ്സിൽ സൗജന്യമാണ്. ഓർഡിനറി ബസ്സെ കയറ്റാമെന്നല്ല പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് തീർത്ഥയാത്ര പോകണോ, അമ്പലത്തിൽ പോകണോ, ഇതാ കയറിക്കോ. BJP-യുടെ വോട്ട് പെട്ടിയിൽ വീഴ്ത്തി എങ്ങനെ അമ്പലത്തിൽ പോകുന്നവർക്കെല്ലാം ബസ് സൗജന്യം? അമ്പലത്തിൽ ഒരാൾക്ക് പോകണമെന്നുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെങ്കിൽ അപേക്ഷ കൊടുത്താൽ മതി, നേരെ ഗുരുവായൂർ കൊണ്ടുവിടും, മൂകാംബിയെ കൊണ്ടുവിടും. ഇതല്ലേ സതീശൻ പറഞ്ഞത്? നിങ്ങളുടെ വൈറ്റിരിപ്പില്ലേ വേണുഗോപാൽ പറഞ്ഞത്? ഇങ്ങനല്ലേ BJP-യുടെ വോട്ട് പിടിച്ചത്, വിശ്വാസികളുടെ വോട്ട് പിടിച്ചത്? എന്താ പറഞ്ഞത്? വണ്ടിയെല്ലാം മോഡിഫൈ ചെയ്യാം. കർക്കശക്കാരനായ പിണറായി വിജയനെ കൊണ്ടാ കുഴപ്പം. എല്ലാ വണ്ടിയും മോഡിഫൈ ചെയ്തേക്കാം. ഇലക്ഷൻ കഴിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ലേ, നടക്കുന്ന കാര്യമാണോ? CP ജോൺ ചോദിച്ച് കേട്ടില്ലേ? ഞങ്ങളുടെ തെറ്റുകൾ വിലയിരുത്തുമ്പോൾ ഞങ്ങളുടെ തെറ്റുകളെപ്പോലെ തന്നെ ഈ പരാജയത്തിന് കാരണങ്ങൾ പലതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളും ഏകീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചു. അതിന് തന്ത്രപരമായി പരസ്പരം വോട്ട് കൈമാറുന്നൊരു നില സ്വീകരിച്ചു. അതുകൊണ്ടാണ് 3 സീറ്റിൽ BJP വിജയിച്ചതിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി സതീശൻ്റെ പ്രതികരണം? അത് സാധാരണ കാര്യമാണ്. തെരഞ്ഞെടുപ്പാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ.
ഇത് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആർക്കും ഒരു തർക്കം ഉണ്ടായില്ല. BJP 3 സീറ്റിൽ ജയിച്ചു എന്ന അപകടകരമായ കാര്യം ഞങ്ങൾ പറയുമ്പോൾ അത് സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയാണ് എന്ന് BJPയുടെ വിജയത്തെ സമ്മതവൽക്കരിക്കുന്ന ഒരാളെയാണ് കേരള മുഖ്യമന്ത്രിയായി കിട്ടിയത്. എന്താണ് അന്തർധാര എന്നുള്ളത് പിന്നീട് എല്ലാ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കില്ലേ. നമ്മുടെ മുസ്ലിം ലീഗുകാർക്ക് തൽക്കാലം സ്കൂള് 10ാം ക്ലാസ് വരെ, ഹയർ സെക്കൻഡറി വരെ മുസ്ലിം ലീഗ് എടുത്തോട്ടെ, ബാക്കി എല്ലാം കൂടെ സംഘപരിവാറിന് ഗവർണർ വഴി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ വർഗീയമായ വിഭജനം. കാവുവൽക്കരിക്കപ്പെട്ട സർവകലാശാലകൾ, മറ്റത് ലീഗിന്. ഈ കച്ചവടം കേരളത്തിൽ നടക്കുകയാണ്. ഇരട്ട എഞ്ചിൻ ഗവൺമെൻറ് വന്നിരിക്കുന്നു. ഒന്ന് മോദി, മറ്റേ സതീശൻ. ഒരു തർക്കവുമില്ല. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് കിട്ടിയില്ലെങ്കിലും ഒരു തർക്കവുമില്ല. നമ്മുടെ ഗവർണർ വന്ന് പ്രസംഗം നടത്തുമ്പോൾ ഗവർണറുടെ പ്രസംഗം ഗവർണർക്ക് ഒരു തർക്കമില്ലാത്ത എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഹിന്ദുത്വമാണ്, എന്നാൽ ഞങ്ങൾ ഇടതാണ്, നെഹ്റുവിയൻ ഇടതാണ്. എന്താ വർത്താനം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.